അപ്പോൾ ഉപ്പുവെള്ളം വായ വരെ കയറി ഇനി ഒരു ഇഞ്ചും കൂടി കയറിയാൽ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള ആ ഒരു ജീവിതത്തിൽ മരണത്തെ ഒരു പ്രാവശ്യം മുഖാമുഖം കണ്ട് അവിടെ നിന്നും ഒരു ഞെട്ടിച്ച് തിരിച്ചറിവ് നടത്തിയൊരു കഥ പോലെ സാറിനില്ലേ? അത് 2001 ജൂൺ 22-നായിരുന്നു. അന്ന് ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്തിരുന്നത് കോഴിക്കോട്. അവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു. സാധാരണ ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് കയറാറ്. അന്ന് ഞാൻ ഫ്രണ്ടിൽ കയറി എനിക്ക് തോന്നി ഇന്ന് വളരെ കാലിയാണ്, ഇന്നൊന്ന് ബാക്കിൽ പോയി നോക്കിയാലോ. ഞാൻ ഏറ്റവും ലാസ്റ്റിലെ AC കമ്പാർട്ട്മെന്റ് തൊട്ട് പുറകിലായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിലുണ്ട്, അതിലിരുന്നു. കടലുണ്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വണ്ടി ഫാസ്റ്റ് ആയി. അപ്പം ജസ്റ്റ് ഞാൻ വാച്ചിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഇന്ന് ആദ്യമായിട്ട് നേരത്തെ എത്താൻ പറ്റുന്ന ദിവസമാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ശബ്ദവും പെട്ടെന്ന് എന്തിലോ വീണു എന്നല്ലാതെ എക്സാക്ട് ആയിട്ട് എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ലായിരുന്നു. വീണ് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്റെ തോളിലാണ് ബാർ പൊട്ടിയിട്ട് കുടുങ്ങിപ്പോയത്. എന്റെ ഒപ്പം ഇരുന്ന 3 പേരുണ്ടായിരുന്നു, അവരെ മുഖത്താ കുടുങ്ങിയത്. അവർ 3 പേരും സ്പോട്ടിൽ തന്നെ മരിച്ചു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ശരിക്കും ഒരു എലിനെ വെള്ളത്തിലിട്ട ആ അവസ്ഥയായിരുന്നു. അപ്പോൾ ഉപ്പുവെള്ളം വായ വരെ കയറി ഇനി ഒരു ഇഞ്ചും കൂടി കയറിയാൽ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള ആ ഒരു ശരീരവും മനസ്സും തണുത്തു പോയൊരു സമയമായിരുന്നു. മരണം മുന്നിൽ കാണുമെന്ന് പറയില്ല നമ്മൾ, ആ ശരിക്കും അതെന്ന് ഫേസ് ചെയ്തിരുന്നത്. എന്റെ മരണമാണ് ഇത്, ഇനി ഞാൻ വീട്ടിലേക്കില്ല, ഇതോടുകൂടി ഞാൻ മരിച്ചു പോകണം എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവം എന്റെ കാല് അടിയിൽ കുടുങ്ങിയിരുന്നു. അത് റിലീസ് ചെയ്ത് കിട്ടി. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ തോള് റിലീസ് ചെയ്ത് കിട്ടി. അപ്പൊ ഞാൻ വെള്ളത്തിലേക്ക് വീണു. പിന്നെ ബോഗിയിൽ തന്നെ പിടിച്ചു കയറി. അത് അന്നത്തെ ഹിന്ദുവിലാണെന്ന് തോന്നുന്നത്, പത്രത്തിലൊക്കെ അവരാണ് എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്തത്. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒത്തിരി കാലം എനിക്ക് എന്തായിരുന്നു വെച്ചാൽ ആ ട്രെയിൻ പോണ സൗണ്ടും ഈ ആളുകളെ നിലവിളിയൊന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ ട്രെയിൻ രണ്ടാമത് പ്രസ്താവിച്ച് ഓടിയ ആദ്യത്തെ ഓട്ടത്തിൽ ഞാൻ ആ യാത്ര പൂർത്തിയാക്കി.